മുംബൈ ഭീകരാക്രമണം കോൺഗ്രസും പാക് ചാര സംഘടനയായ ISIയും തമ്മിലുള്ള ഒത്തുകളിയെന്ന് വെളിപ്പെടുത്തൽ ആഭ്യന്തര മന്ത്രാലയ മുൻ അണ്ടർ സെക്രട്ടറി RVS മണിയാണ് വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. 2008 നവംബർ 26 മുതൽ 29 വരെ നീണ്ടുനിന്ന മുംബൈ ഭീകരാക്രമണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ISIയും തമ്മിലുള്ള ഫിക്സഡ് മാച്ചായിരുന്നു എന്ന് ആഭ്യന്തര മന്ത്രാലയ മുൻ അണ്ടർ സെക്രട്ടറി RVS മണി പറയുന്നു. മന്ത്രാലയത്തിൽ ആഭ്യന്തര സുരക്ഷാ വിഭാഗത്തിന്റെ ചുമതലയായിരുന്നു അദ്ദേഹത്തിന്. മുംബൈ പോലീസിലെ പോലീസ് ഉദ്യോഗസ്ഥനായ തുക്കാറാം ഒബ്ളെ അജ്മൽ കസബിനെ ജീവനോടെ പിടികൂടിയില്ലായിരുന്നെങ്കിൽ ഇന്ന് 26/11 ആക്രമണത്തെ ഹിന്ദു ഭീകരാക്രമണം എന്ന് വിശേഷിക്കപ്പെട്ടേനെ എന്ന പരാമർശവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. And also the 26/11, I have said it on very occasion, it's a fixed match between ISI and INC. It is a fixed match between INC, Indian National Congress, and ISI. I say that with full responsibility. I've been telling it for 8 years. I've asked Congress people to challenge it on national TV. മുംബൈ ഭീകരാക്രമണത്തിൽ 175 പേർ കൊല്ലപ്പെടുകയും 300-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇസ്രത് ജഹാൻ കേസിൽ കോൺഗ്രസ് ലക്ഷ്യമിട്ടത് നരേന്ദ്രമോദിയെയും അമിത്ഷായെയുമായിരുന്നു എന്ന് അദ്ദേഹം തുറന്നടിച്ചു. 2010 വരെ ഒരു ഫയലിലും ഹിന്ദു ഭീകരവാദം എന്ന പദം ഉണ്ടായിരുന്നില്ല. ഹിന്ദു ഭീകരവാദവുമായി ബന്ധപ്പെട്ട കേസുകൾ കണ്ടെത്താൻ ദിഗ്വിജയ് സിംഗ് തന്നോട് ആവശ്യപ്പെട്ടു. അത്തരത്തിലുള്ള കേസുകളൊന്നുമില്ലെന്ന് താൻ മറുപടി നൽകിയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കേണൽ പുരോഹിത് ഉയർന്നു വരുന്നത് പാകിസ്ഥാനിലെ ചിലർ ആഗ്രഹിച്ചിരുന്നില്ല. അതിനാലാണ് മാലേഗാവ് സ്ഫോടന കേസിൽ അദ്ദേഹത്തെ കുടുക്കിയതെന്നും മുൻ ആഭ്യന്തര മന്ത്രാലയ സെക്രട്ടറി കൂട്ടിച്ചേർത്തു. ജനം, ഡൽഹി.